സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 പുതുവർഷ ഫലത്തിൽ നമ്മൾ മൂല നക്ഷത്രക്കാർ അറിയുന്നതിനായിട്ട് ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായ ഫലങ്ങൾ നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. വാളുപോലെ 11 നക്ഷത്രങ്ങൾ കൂടിച്ചേർന്നതാണ് മൂലം. നിരവധി ദേവത, ഒരു കെട്ട് വേരുകൾ ചിഹ്നം, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർ പുതിയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും തുടങ്ങാൻ സമർത്ഥരാണ്. സത്യസന്ധരായ ഇവരെപ്പോഴും നീതിപൂർവം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. സ്ത്രീകൾ ശാസ്ത്ര പുരാണങ്ങൾ കേൾക്കുന്നതിലും താല്പര്യം പ്രദർശിപ്പിക്കും. എപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കണമെന്ന കാര്യത്തിൽ ഇവർക്ക് നിർബന്ധമായിരിക്കും. സ്നേഹകാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ ഇവർക്ക് വലിയ പ്രയാസമുണ്ടാവില്ല. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2024 പുതുവർഷം നല്ല സമയമാണ് വരാൻ പോകുന്ന. ആരോഗ്യ ഗുണം, കർമ്മത്തിൽ അഭിവൃദ്ധി, സന്താനാഭിവൃദ്ധി, ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്നിവ ഉണ്ടാകും. സ്ത്രീകൾക്ക് മനസ്സുഖം, കുടുംബസൗഖ്യം, സാമ്പത്തിക ഗുണം എന്നിവ ഫലമാണ്. ഗണപതിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എല്ലാ ഗുണങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വർഷം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കണം. അത്രയും ഒരു നല്ല കാലത്തിലേക്ക്, നല്ല സമയത്തിലേക്കാണ് വരാൻ പോകുന്നത്. നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായുള്ള ഫലം നോക്കാം. ജനുവരി മാസത്തിൽ ദീർഘകാലമായി മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും. ഉദ്യോഗ വിഷയത്തിലെ ഗുണം വരുന്നതാണ്. മനസ്സന്തോഷം ഉണ്ടാകും. മേലധികാരി ഏൽപ്പിച്ച കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്തു തീർക്കും. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ശുഭകാര്യങ്ങൾക്ക് വിഘ്നം വന്നേക്കാം. സാമ്പത്തികമായ ഞെരുക്കമൊക്കെ അനുഭവപ്പെടും. കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനാവും, വിജയിക്കുവാനും സാധിക്കുന്നതാണ്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കും. ഇനി നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം. നിയമപരമായി വിജയം, നേരിട്ട കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും വ്യവഹാരം നടത്തേണ്ടി വരും. അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. സ്വയം തൊഴിലിൽ ഗുണമുണ്ടാകും. ചെറു യാത്രകളൊക്കെ ഗുണമാകും. ഇനി നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നമുക്ക് നോക്കാം. ഏപ്രിൽ മാസത്തെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോയി പഠിക്കാൻ അവസരം ലഭിക്കും. ഭൂമിയോ വീടോ വിൽക്കുവാനും പുതിയത് വാങ്ങുവാനും ഒക്കെ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളെ കൊണ്ട് സഹായങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ അല്പം പ്രയാസങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് മെയ് മാസത്തെ ഫലം നോക്കാം. സുഖമല്ലാത്ത കൂട്ടുകെട്ടുകൾ ദോഷം ചെയ്യും. രാഷ്ട്രീയക്കാർക്ക് ഗുണമുള്ള സമയമാണ്. പ്രധാന കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് ചെയ്യണം. ശത്രുക്കളെ കൊണ്ട് പ്രയാസങ്ങളൊക്കെ നേരിടും. ജോലിയിൽ കിട്ടേണ്ട പ്രമോഷനൊക്കെ താമസം നേരിടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ജൂൺ മാസത്തെ ഫലം നോക്കാം. മത്സരത കൊണ്ട് പല കാര്യങ്ങളും നഷ്ടമാകും. പഴയ വാഹനം വിൽപ്പന നടത്തും. മകളുടെ വിവാഹ നിശ്ചയം നടത്തും. ലോണുകളും മറ്റും പാസ്സാക്കിയെടുക്കാൻ താമസം നേരിട്ടേക്കാം. ആരോഗ്യനില മോശമാകും. ദൂരദേശത്തുള്ളവരിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള അവസരം ഉണ്ടാകും. അത് അടുത്തായിട്ട് ജൂലൈ മാസത്തെ ഫലം നോക്കാം. ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. വേണ്ടപ്പെട്ടവരുടെ നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ ഗുണമുണ്ടാകും. അധിക ചെലവ് നിയന്ത്രിക്കുക. അയൽക്കാരുമായി വാക്തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ വിരോധികളാകും. വീട് വിട്ട് താമസിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാനൊക്കെ അവസരമുണ്ടാകും. അടുത്ത് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. മനസമാധാനം കുറയും. ജോലിയിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായേക്കും. കൃഷിയിൽ ലാഭമുണ്ടാകും. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. വിപരീത സാഹചര്യങ്ങൾ അതിജീവിക്കും. ഗ്രഹത്തിലൊക്കെ സ്വസ്ഥതകളൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം. ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെടും. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കുറയും. ഭൂമി വിൽപ്പനയിൽ ലാഭം ഉണ്ടാകും. കളത്ര സന്താനങ്ങളെ കൊണ്ട് സമാധാനം ഉണ്ടാകും. കൂട്ടുകച്ചവടം നടത്താൻ ഇടവരും. ചെറു യാത്രകൾ നടത്തും. ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. ഇനി നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. നിശ്ചയിച്ചു വെച്ച കല്യാണം നല്ല രീതിയിൽ നടക്കുന്നതാണ്. മഹത് വ്യക്തികളിൽ നിന്ന് ഉപദേശങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കും. ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കും. കർമ്മരംഗം പുഷ്ടിപ്പെടും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. ഇനി നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. അതുപോലെ തന്നെ വ്യവഹാരാദികൾ വിജയം കൈവരിക്കും. പിതാവിൻ്റെ സ്വത്തുക്കൾക്ക് വീതം വെച്ച് കിട്ടും. മനസ്സിന് തൃപ്തിയില്ലാത്ത ജോലിക്ക് ചേരേണ്ടി വരും. സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. തീർച്ച മെച്ചപ്പെടുത്തിയ യാത്രകളൊക്കെ മാറ്റിവെക്കേണ്ടി വരും. ഇനി നമുക്ക് നവംബർ മാസത്തെ ഫലം നോക്കാം. കടബാധ്യത ഒരുവിധം തീർക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അത് വികസിപ്പിക്കും. സഹോദരനുമായി ചേർന്ന് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയേക്കാം. താൽക്കാലികമായി അതുപോലെ തന്നെ ചെയ്തിരുന്ന ജോലികളൊക്കെ സ്ഥിരമാകാനുള്ള സാധ്യതയുണ്ട്. നാൽക്കാലി സംബന്ധമായ ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണമാണ്. ഹോട്ടൽ ബിസിനസ്സിൽ വരുമാനമൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഡിസംബർ മാസത്തെ ഫലം നോക്കാം. പുതിയ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനിടയുണ്ട്. വാസ്തു സംബന്ധമായ ദോഷങ്ങളൊക്കെ കാരണം വീട്ടിൽ അസ്വസ്ഥതയുണ്ടാകും. തൊഴിൽ മേഖല മെച്ചപ്പെടും. ക്ഷീരകർഷകർക്ക് ആദായങ്ങളൊക്കെ ലഭിക്കും. കൂലിപ്പണിക്കാർക്ക് ജോലിയൊക്കെ മെച്ചമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2024 പുതുവർഷ ഫലം മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാലമാണ്, നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരു നല്ല ഒരു ജീവിതം, സമ്പുഷ്ടമായ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചോളൂ. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.